സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരളവിൽ പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പെരിഞ്ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റെം കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗത്തോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് മാത്രം ഈ ഒരു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് ഈ ഒരു പരുവം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരത്തേക്കാണ് ഞാൻ വഴറ്റി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മുടെ മല്ലിയിലയുടെ സ്റ്റെമ്മാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒരു 1/2 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴറ്റുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ക്യാരറ്റിനും സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടും ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഈ ഒരു ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ അളവോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ അളവോളം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഈ ഒരു ചിക്കൻ മസാലപ്പൊടിക്ക് നല്ല എരിവുണ്ട്, അതേപോലെ തന്നെ കുരുമുളക് പൊടിക്കും എരിവുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് നടുവേ പിളർന്നിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ വെള്ളം മൂറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉരുളക്കിഴങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂടോടുകൂടി തന്നെ വേണം ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് കേട്ടോ. അല്ലാതെ വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നാൽ ആ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് വെള്ളം വലിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു മസാലയും ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ഒരു പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് തണുത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് അളവിൽ നിറച്ച് തന്നെ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലും കൂടെ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദമാവ് എടുക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മൈദമാവിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ച് ടൈറ്റായിട്ട് നല്ലൊരു ഹാർഡായിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുമ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കുറഞ്ഞ അളവിൽ ചേർത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നീട് നമ്മൾ നന്നായിട്ട് കൈവച്ചിട്ട് ഇതേപോലെ കുഴച്ച് അതിനെ സോഫ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇതേപോലെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറഞ്ഞ അളവിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി ഒരു ഷേപ്പിലാക്കി എടുക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഈ ഒരു മസാല കംപ്ലീറ്റ് ഉരുട്ടി ആദ്യം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആദ്യം ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ഉരുട്ടിയതാ ഞാനിത് ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യം എന്താണെന്ന് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് എടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ കുഴച്ച് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടെ സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഞാനിത് 2 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. ഇതേപോലെ 2 പാർട്ടാക്കി മാറ്റിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളം വലുതാക്കിയിട്ട് ഇത് പരത്തിയെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം വലുതാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നാൽ ഒത്തിരി അങ്ങ് തിന്നായി പോകാനായിട്ട് പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങ് തിന്നായി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയാവാനും പാടില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ടേസ്റ്റിൻ്റെ മാത്രമല്ല കാണാനുള്ള ഭംഗിക്കും കൂടിയാണ് ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ 4 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനൊരു ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 4 ആക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു 4 എന്നുള്ളത് നിങ്ങൾക്ക് 6 ആയിട്ടോ 8 ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പരത്തിയിട്ടുള്ള ഈ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ 4 ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കകത്തുനിന്ന് ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഉരുളെടുത്തിട്ട് ഇതേപോലെ ഒരു ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലോട്ട് അത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 വശങ്ങളും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ജസ്റ്റ് ഒന്ന് 2 സൈഡും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇതേപോലെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിത് കംപ്ലീറ്റ് ഇവിടെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് ചെയ്തിട്ട് എല്ലാം തന്നെ ആദ്യമേ തന്നെ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഷേപ്പ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇവിടെ ഞാൻ 3 സ്നാക്സാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എണ്ണയിലോട്ട് സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ പിന്നീട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. എണ്ണയിലോട്ട് ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ചൂട് എണ്ണ അതിൻ്റെ പുറത്തോടെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട് പറ്റും. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ 1-1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് എണ്ണയിൽ നിന്നും കോരി മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയം വരെ തന്നെ ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണിത്. നമുക്ക് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.